സിനിമയിൽ വന്ന് ഈ ചെറിയൊരു കാലം കൊണ്ട് ഓരോ സിനിമ കഴിയുമ്പോഴും അഭിനയം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്ന മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു താരമായി വളരുന്ന നടനാണ് ടൊവിനോ തോമസ്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് ചില രസകരമായ സിനിമാ അനുഭവങ്ങൾ കേൾക്കാം. ടൊവിനോയുടെ വളരെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് വാമിക ഗബ്ബി. ആരാണ് ഈ വാമിക ഗബ്ബി? ഗോദ എന്ന ടൊവിനോയുടെ ഹിറ്റ് സിനിമയിൽ ഗുസ്തിക്കാരിയായി നായികാ വേഷം ചെയ്ത അതിസുന്ദരിയായ പെൺകുട്ടിയാണ് വാമിക. ഗോദ സിനിമയുടെ വർക്കുകൾ നടക്കുന്ന സമയത്തായിരുന്നു ടൊവിനോ അഭിനയിച്ച ഗപ്പി എന്ന സിനിമ റിലീസാകുന്നത്. ആ സമയത്ത് വാമിക ഗപ്പി കാണാൻ പോയി. ഗപ്പി കണ്ടതിന് ശേഷം ടൊവിനോയോട് 2% ഇഷ്ടം കൂടി എന്ന് വാമിക പറഞ്ഞു. വാമിക ആദ്യമായി കാണുന്ന മലയാള സിനിമയും ഗപ്പി തന്നെയായിരുന്നു. ഗപ്പി തിയേറ്ററിൽ പോയി കണ്ട വളരെ ചുരുക്കം ആളുകളിൽ ഒരാളായിരുന്നു വാമിക. അതിനുശേഷം ഗോദയുടെ ലൊക്കേഷനിൽ വന്ന വാമിക ടൊവിനോയോട് ചോദിച്ചു, ഗപ്പിയിൽ നീ തന്നെയാണോ അഭിനയിച്ചത്? എനിക്ക് വിശ്വസിക്കുവാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കാരണം അതിൽ ടൊവിനോയുടെ പ്രകടനം അതിഗംഭീരമായിരുന്നു. ഗോദ സിനിമ മുതൽ ടൊവിനോയും വാമികയും ഉറ്റ സുഹൃത്തുക്കളായി മാറി. വാമിക ടൊവിനോയുടെ സിനിമകൾ കാണുകയും അഭിനന്ദിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൺ സുഹൃത്തിനോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവോ അത്രയും തുറന്ന രീതിയിൽ തന്നെ വാമികയോടും പെരുമാറാൻ കഴിയും. അത്രയ്ക്ക് ഓപ്പൺ മൈൻഡായ ഒരു സുഹൃത്ത് ബന്ധമാണ് ഞാനും വാമികയും തമ്മിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഒരു എടാപോടാ ബന്ധം ടൊവിനോ പറഞ്ഞു നിർത്തി. GPS മീഡിയയുടെ അഭിപ്രായത്തിൽ ഗപ്പിയിലെ ക്ലൈമാക്സ് രംഗം എന്നിൽ ഗൂസ് ബംസ് ഉണ്ടാക്കി. ടൊവിനോയും ആ പയ്യനും ടൊവിനോയുടെ മകളും ആ ബൈക്കിൽ മഞ്ഞോരം വിണ്ണോരം എന്ന പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ അവർ എവിടേക്കെന്നില്ലാതെ ഒരു നീണ്ട യാത്ര പോകുന്നു. 3 പേരും മരിച്ചു കഴിഞ്ഞവരാണ്. ഒന്നും പറയാനില്ല. വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലൈമാക്സ് ഐ ഹാഡ് എവർ സീൻ ഇൻ മലയാളം മൂവി. മലയാള സിനിമയിലെ മികച്ച നടനും താരവുമായ ടൊവിനോ തോമസിന് GPS മീഡിയയുടെ എല്ലാ ആശംസകളും നേരുന്നു.